മോനെ നല്ലൊരു കാര്യം വെള്ളത്തിൽ കൂടെ പോണ കാര്യം. ആ തള്ളു 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 ആ വേഗം തള്ളണോ. തള്ളി ഇറക്കണ്ടല്ല പഴയ സോഡ കുപ്പി മാറിയ ജീവും ഇല്ല. സോഡ കൂട്ടിക്ക ഇതിനെ കൊണ്ട് നിങ്ങൾ കറക്റ്റ് വേണ്ട. ആ വിട്ടോ വണ്ടി വിട്ടോ. മൊത്തം മോനെ ഇത് 2 ആഴ്ച ആവൂല അക്കരക്ക് എത്താന്. ഒന്ന് വേഗം നോക്കടോ. ഇവിടെ പാലം വന്നാൽ വലിയ സുഖയില്ലേ. ഇവിടെ പഴയക്കൊന്ന് നേരം ബേക്കല്ലേ ഇല്ലേ. ഇവിടെ ബാലൻ ചേട്ടാ, ചന്തക്കാരെയും കൂടി വെള്ളം വരുന്നുണ്ട്, നമുക്ക് കളി നിർത്താം. ബാലൻ ചേട്ടൻ പോയി വെള്ളത്തിന്റെ കണക്കൊക്കെ നോക്കിട്ടോ. എന്തിനാടാ മോനെ കുണുക്കിളക്കി വെച്ചിട്ട് സ്ഥലം വിടാനല്ലേ? വേല കയ്യിൽ വെച്ചേരെ. എന്റെ വള്ളത്തെ കയറുന്നവരോ വള്ളം തുഴയുന്നവരോ ഇന്ന് വരെ എന്നോട് കള്ളം കാണിച്ചിട്ടില്ല. എനിക്ക് വരേണ്ട കാശ് എന്റെ കയ്യിൽ തന്നെ വരും. അയ്യോ, ഇന്ന് വരെ ഷാപ്പുകാരൻ ശങ്കരനോട് ഒരുത്തനും വള്ളക്കാശ് ചോദിച്ചിട്ടില്ല, അറിയണോ? എന്നാ പഴയവന്മാർ എന്നോട് എങ്ങനെ പെരുമാറുന്നത് താനങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോ? ഞമ്മക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളെപ്പോലുള്ള ഒരു കാരണം ഈ കടത്തുവെള്ളം ഇവിടെ നിർത്തലാവും. ഈ കടത്തുവെള്ളം ഇവിടെ നിർത്തിയാൽ എനിക്ക് പുല്ലാണ്. അപ്പോ നമ്മളെ പുല്ല് വെള്ളത്തിൽ പോയല്ലോ. കടത്തുവെള്ളം നിർത്തിയത് എനിക്ക് പുല്ലാണല്ലേടാ. അക്കരയ്ക്ക് കൊണ്ട് കുഴിച്ചിടാനുള്ള ശവം നിന്റെ ഷോപ്പിൽ കൊണ്ട് കുഴിച്ചിടാൻ കൂടാ. മരനാറി അക്കരെ ആശുപത്രി പോയി പ്രസവിക്കാനുള്ള പെണ്ണുങ്ങളെ നിന്റെ കളർ ഷോപ്പിൽ കൊണ്ടുവന്നാ മതിയടാ. പറയടാ. എന്താ ഇത്? പോട്ടെ, നീ എന്തായി കാണിക്കുന്നത്? അല്ല അല്ല നമ്മള് പറയാ പള്ളം നിർത്തലാക്കാൻ വന്ന നമ്മളെ ചട്ടമ്പീന്റെ പല്ലിന് പാലം ഉണ്ടോ നോക്കിയാണ് നമ്മളെ ബാലത്ത് കളഞ്ഞിട്ട് പാടാ. എനിക്ക് ഇതിനോട് കാര്യം പറയാം. നിങ്ങളോട് കാര്യം പറയണ്ടേ നമുക്ക്. എന്താണ്? നിങ്ങൾ രണ്ടുപേരും ഒരു ചങ്ങായി ഉണ്ടല്ലോ, ആ ഒരുത്തൻ ദുബായ് ദുബായ് അല്ല റപ്പായി. നിങ്ങളെ കൂട്ടുകാരില്ലേ അവിടെ വള്ളമൊക്കെ ഇങ്ങനെ തോന്നിയോണ്ട് നടന്നില്ലേ, ഓൻ ദുബായിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ അറിഞ്ഞുമില്ല. ഓ ഇപ്പൊ വലിയ പൈസക്കാരനായിട്ടാ വന്നിരിക്കുന്നത്. റപ്പായി എത്രത്തോളം വലിയവനാകുന്നു അത്രത്തോളം ഞങ്ങൾക്ക് സന്തോഷമാണ് മുല്ലാക്ക. അവൻ എയറോപ്ലെയിനിൽ വന്നിറങ്ങിയപ്പോ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയാഞ്ഞതിലേ ഉള്ളൂ ഞങ്ങൾക്ക് വിഷമം. ആ പിന്നെ വലിയൊരു വിശേഷം, നമ്മളെ റപ്പായിന്റെ കെട്ടിയുള്ള മറിയാമ്മ അവക്ക് കേറി നടക്കാൻ റപ്പായി ഒരു ഹെലികോപ്പ് കൊണ്ടുവന്നുണ്ടെന്ന് എല്ലാവരും പറയും. എന്ത് കോപ്പ? ഹെലികോപ്പ? ആന്നേ അതാ വിദേശി, നമ്മളെ വിദേശി. അവ ചിരിക്കണ്ട, വീട്ടിൽ വെച്ച് സിനിമ കാണുന്ന പെട്ടിയും കൊണ്ടുവന്നുണ്ട്, വീഡിയോ പെട്ടി. അതിന് ഈറ്റിക്ക് ഇംഗ്ലീഷ് അറിയണ്ടേ, ചിരിക്കാന് കലാകാലം കലാകാലം. നേരം കിട്ടുന്നില്ല സൈനബ, പിത്തള ഒരിക്കൽ പൊന്നാവോ? ഈ കുപ്പായം നോക്കിയേ, ചേപ്പെട്ടി ഇല്ലെങ്കിലും പണ്ടാരത്തിന്റെ പപ്പടം പോലെ ആക്കിയിട്ടുണ്ട്. എളുപ്പം പോവാ. ബാപ്പ ഒന്ന് ചോദിക്കാതെ എങ്ങനെയാടി പോവുക? ബാപ്പ വരുമ്പോ അവിടുത്തെ സിനിമ തീരും. നമുക്ക് ഒരുങ്ങാം. വരാൻ ഏതെങ്കിലും അലക്കുകാരോട് 2 നല്ല ഉടുപ്പും വാങ്ങി ഇട്ടുകൊണ്ട് വേണം നമുക്ക് റപ്പായിയെ കാണാൻ, അല്ലെങ്കിൽ മോശമാ. നീ എവിടുത്തെ മണ്ടച്ചാരാടാ? എടാ, നമ്മൾ അവന്റെ മുമ്പ് വേഷം കെട്ടി ചെല്ലുന്നത് ആത്മവഞ്ചനയല്ലേ? അവന് നമ്മെ അറിയാം, നമുക്ക് അവനെ അറിയാം. നമ്മുടെ കഷ്ടപ്പാട് അവനെ അറിയിക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞാടാ. വിശപ്പ് അറിയാതിരിക്കാൻ വേണ്ടി മുഖത്ത് പൗഡർ പൂശുന്നതിൽ എന്താ അർത്ഥം? ഞാൻ പറഞ്ഞത് ഇങ്ങെടുത്തു. ഏതായാലും നീ ഉണ്ണാൻ വരുന്നെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇറച്ചി വാങ്ങിച്ചത്. ആഹാ, അതിനെന്ത്? ഇറച്ചി കറി വെച്ച് ചോറ് കൊണ്ടിട്ട് നമുക്ക് റപ്പായിയെ കാണാൻ പോകാം. ശരി, വാ.
നബീസ, ഇങ്ങോട്ട് മാറി നിൽക്ക്. നിങ്ങൾ എവിടെ പോകാണ്ടി ഒരുങ്ങി നിൽക്കുന്നേ? പ്രപ്പയ്യച്ചന്റെ വീട്ടിൽ സിനിമ കാണാൻ. അവിടെ സിനിമ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? അമ്മയിലെ ചാക്കോമല്ലാന്റെ വീട്ടുകാരൊക്കെ പോണ്ട് പാപ്പ. അവര് കള്ളം പറയൂ പാപ്പ. ഞങ്ങൾ പൊക്കോട്ടെ പാപ്പ. ഇത് നിങ്ങളെ തിയേറ്ററിൽ പോയ ഒരു സിനിമ കാണാൻ നീ സമ്മതിക്കില്ല. ടിക്കറ്റ് എടുക്കാൻ കാശില്ലാഞ്ഞിട്ടാടാ. ഇതിന് ടിക്കറ്റും കാശൊന്നും വേണ്ടല്ലോ, വീട്ടിൽ നടക്കുന്ന സിനിമയല്ലേ. മക്കളെ മക്കളെ, ഈ പിള്ളേരെ കഞ്ഞി വല്ലതും വെച്ചിട്ടാണോ നിങ്ങൾ പോകുന്നത്? ഇല്ല പാപ്പ, സിനിമ കണ്ടിട്ടൊന്ന് കഞ്ഞി വെക്കാൻ നമ്മൾ വിചാരിച്ചു. കഞ്ഞിയും കറിയൊക്കെ നമുക്ക് വെക്കാമടാ. അവര് പൊയ്ക്കോട്ടെ. ആ, നിങ്ങളെ തൊട്ടുപുറകെ ഞങ്ങളും വരുന്നുണ്ടെന്ന് റപ്പായോട് പറഞ്ഞേക്ക്. നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ചു പോയില്ലെന്ന് വെച്ച് അവൻ ചിലപ്പോ ഇങ്ങോട്ട് വന്നേക്കും. അയ്യോ, അവനിവിടെ വന്നാൽ ഇരിക്കാൻ കൊടുക്കാൻ ഒരു കസേര പോലും നമുക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പൊയ്ക്കോ. വെക്കലടി. എടാ, ഇക്കാലത്ത് നിന്റെ മക്കളെ പോലെ ഇത്രയും അച്ചടക്കമുള്ള പെമ്പിള്ളേരെ കാണാൻ കൂടി കിട്ടില്ല. നീ കുറെ കൂടി വിട്ടുവീഴ്ചയോടെ ചിന്തിക്കണം. ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാത്തത് ഈ ലോകത്തെ ഭയന്ന്. അവരുടെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പേടിയില്ല. അവൾ മയ്യത്തായതോടെയാണ് എന്റെ ജീവിതം തകർന്നതെന്ന് നിനക്കറിയാമല്ലോ. ഈ പിള്ളേരെ കണ്ണിന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഓരോ നിമിഷവും എന്റെ നെഞ്ചിൽ തീയാണടാ. എടാ, ആണുങ്ങളായാൽ കഴിഞ്ഞ കാലത്തെയും കഷ്ടപ്പാടിനെ ഓർത്ത് ദുഃഖിക്കല്ല വേണ്ടത്. എന്തും ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ധൈര്യം വേണം. എനിക്കെല്ലാത്തിനും ധൈര്യം തരേണ്ടത് പടച്ചോൻ മാത്രമാണ്. എല്ലാം ശരിയാകൂടാ. എനിക്ക് വിശക്കുന്നു. വാ, നമുക്ക് അടുക്കളയിലോട്ട് കയറാം. കഥ നടത്തിട്ടില്ലാണല്ലോ. അയ്യോ വേണ്ട, വാ, നമുക്ക് അടുക്കള വഴി പോവാം. ഓ, എവളുമാരായിരുന്നു. മറിയാമ്മേ, ഇവിടെ ഉള്ളതാ ഇതൊക്കെ? ആ പ്ലാസ്റ്റിക് വിറ്റ് നടക്കുന്ന കാതറിന്റെ മക്കളാണ്. പയ്യച്ചൻ, ക്ഷമിക്കണം. ഞങ്ങൾ വീട്ടിൽ കാണിക്കുന്ന ഈ സിനിമ കാണാൻ വേണ്ടി വന്നതാ. എടി എടി, ഇത് നിന്നെയൊക്കെ പോലുള്ള ഒരു 3.5 ചക്രത്തിന് കാണുന്ന സിനിമയല്ല. നിലയുള്ളവര് കാണുന്ന റേഡിയോയാ. റേഡിയോ അല്ല മറിയാമ്മേ, വീഡിയോ. റപ്പായച്ചനും അറിയാമേ ഞങ്ങളെ പണ്ടത്തെ പോലെ കരുതുമെന്നാ വിചാരിച്ച്. അയ്യോടി, നിന്റെയൊക്കെ പറച്ചിൽ കേട്ടാ തോന്നൂല ഞങ്ങൾ കാതറിന് പറഞ്ഞ് കുടികിടന്നവരാണെന്ന്. അറിയാമേ, നിങ്ങൾ പഠിച്ചോനി മറന്നൊന്നും പറയരുത്. ഇരിക്കുന്നവരാരൊക്കെയെന്ന് അറിയാൻ മതി. മൈ ഫ്രണ്ട്സ് ആൻഡ് ഗസ്റ്റ്. ഈ ചെക്കൾക്ക് എങ്ങനെ അറിയാനാണെന്ന് രണ്ടിനെ പിടിച്ച് പുറത്താക്കിയിട്ട് നിങ്ങൾ ആ കുന്ത്രാണ്ടം തുറക്ക്.
സോറി ഫോർ ദ ബ്രേക്ക്. മതി മതി, നല്ലപോലെ അങ്ങോട്ട് കഴിക്കട. ഇറച്ചിക്കറി സ്വയംവൻ. എന്താ മക്കളെ? നിങ്ങളെന്തിനാ കരയുന്നേ? ജൈനബ, നബീസ, കാര്യം പറയും. ഞങ്ങളെ ആട്ടി ഇറക്കി വിട്ടു. നിങ്ങളെ ആട്ടിയിറക്കി വിട്ടു? എന്തിനാ? വലിയ നിലയുള്ളവര് സിനിമ കണ്ടോണ്ടിരുന്നെടുത്ത് ഞങ്ങൾ കയറി ചെന്നേന്. കാതരെ, നമ്മക്കൾ ആരുടെ അവൻ ഇത്ര നിലവിലെയുള്ളവര്? പഴയ കാലമൊക്കെ റെപ്പ ഇത്ര വേഗം മറന്നു. അവനെ കുറ്റം പറയേണ്ട ബാല. കാറ്റടിക്കുമ്പം കടലിന്റെ കോള് മാറുന്നതിനേക്കാൾ വേഗത്തില് കാശുണ്ടാകുമ്പം മനുഷ്യന്റെ മനസ്സ് മാറും. എന്നാലും ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. ഇവരിവിടെ പോയതാണ് തെറ്റ്. ആ, നീ ചോറുണ്ട്. എനിക്ക് ഉണ്ടൽ ഇറങ്ങില്ല. ഞാനിപ്പോ വന്നേക്കാം. കരയാ മക്കളെ, നമ്മൾ പാവങ്ങളല്ലേ, എല്ലാം സഹിച്ചേ പറ്റൂ. അറിയാമേ, നീ എന്തായി കാണിക്കുന്നത്? ഇതെങ്ങനെയുണ്ട്? എനിക്ക് ചേരുവന്നേ. ഓ, നിനക്ക് എല്ലാം ചെയ്തു. എന്നെ കളിയാക്കുകയാണല്ലേ? എടേ, ഞാനിത് ഓരോരുത്തർക്ക് കൊടുക്കാൻ ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതുവരെ കൊടുത്തതൊക്കെ മതി. ഇനി ഈ വീട്ടിൽ നിന്നൊരു സാധനം ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് ബുദ്ധിയുണ്ടോടി? ഞാൻ പണക്കാരനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് 10 പേരുടെ മുമ്പിൽ എനിക്ക് പേരെടുക്കും. ഈ നാട്ടിലുള്ള തെണ്ടികൾക്കൊക്കെ എന്നോട് അസൂയോ. അതിനാ പലർക്കും പലതും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ആവശ്യത്തിനുള്ള പേരൊക്കെ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. എന്റെ മറിയാമേ, അടുത്ത തവണ വരുമ്പോൾ ഇതിന്റെ ഇരട്ടി സാധനങ്ങൾ നിനക്ക് ഞാൻ കൊണ്ടുതരാം. വിമാനത്തിലല്ലേ നിങ്ങൾ യാത്ര ചെയ്യുന്നത്? തിരിച്ചു വരുമെന്ന് എങ്ങനെ അറിയും? മറിയാമേ, ഇതെന്തുവാ? ഇത് ഞാൻ തലമുടിയിലടിക്കുന്ന ടൈയാണ്. നിന്റെ തല നനച്ചില്ലല്ലോ. നരച്ചില്ലെങ്കിൽ വേണ്ട, ഇത് ഞാൻ മുഖത്ത് തേക്കും. അതങ്ങനെ കണ്ണി കണ്ടോടത്ത് തേക്കാൻ പറ്റുന്ന സാധനമല്ല. ആരാ അത്? ഞാനാടാ. മറിയാമേ, അവനങ്ങ് മാറ്റിപ്പിടി, മാറ്റിപ്പിടി. വാ ബാല, ഇരിക്കൂ. നന്ദി കേട്ടവനെ. ബാല, ഒരു മാനേഴ്സില്ല സംസാരിക്കരുത് കേട്ടോ. നിന്റെ അമ്മയുടെ മാനേഴ്സ്. അന്യനാട്ടിൽ പോയി 4 കാശുണ്ടാക്കുമ്പോ പഴയതൊക്കെ മറന്നു പോകുന്ന പല പട്ടികളെ എനിക്കറിയാം. നീ അങ്ങനെ ആയിപ്പോ കരുതിയില്ല. ബാലിനെ ഞാൻ മറന്നെന്നോ? നിനക്ക് തരാൻ ഞാൻ 2 പാന്റ് ഷർട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുക. അതെന്റെ തന്തയ്ക്കൂടെ കൊടുക്കണം. വീട്ടിൽ കയറി വന്ന് വഴക്കുണ്ടാക്കരുത്. ഞങ്ങൾക്ക് 4 കാശുണ്ടായപ്പം എല്ലാവർക്കും കണ്ണുകടിയാണെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഇപ്പൊ നിർത്തടി. നീയൊക്കെ എന്ന് പണക്കാരായെന്നും പണക്കാരുമായി ബന്ധമുണ്ടായെന്ന് എനിക്കറിയാം. നീ ദൈവത്തെ മറന്നാലും കാതറിനെ മറക്കാൻ പാടില്ലായിരുന്നു. നീ ആരെന്ന് കരുതിയാടാ പെൺകുട്ടികളെ ഇവിടെ നാട്ടി ഇറക്കിയേ? ഓ, അതാണോ കാര്യം? ആ, എന്റെ ഫ്രണ്ട്സ് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ വന്ന് കയറുന്നതിന് ഒരു മര്യാദയില്ലേ? ആരാടാ നിന്റെ ഫ്രണ്ട്സ്? വെമ്പർന്നോത്തി വീട്ടിൽ നിന്ന് തല്ലി ഇറക്കി നിനക്ക് ദുബായ് പോകാൻ കാശുണ്ടായി തന്നെ പുതുച്ചോറും കെട്ടി യാത്ര അയക്കാൻ അന്ന് കാതറേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കാണേണ്ട വിധത്തിൽ വന്ന് കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തേനെ. കാതറിന്റെ കാര്യത്തിൽ ബാലത്തിന് എത്ര ചൂടാകുന്നത് നിനക്കറിയില്ലേ? അവൻ തന്നെയാടാ ഞാൻ. 2 പേരുടെയും അപ്പനൊന്നല്ലല്ലോ. നായേ, അയ്യോ, എന്റെ പൊന്നു ബാലൻ സാറേ, ഇവനെ ഞാൻ കൊല്ലും. എനിക്കറിയാൻ അല്ലാതെ വേറെ ആരുമില്ല. എന്തെങ്കിലും തെറ്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ പോരുന്നേ. നീ ചെയ്തതിന് എന്തെങ്കിലും പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ ബാലനല്ലാന്ന് കരുതിക്കോ. മരിയേ, ഒരു സ്മോൾ. ഓ, നോക്കി, കൊരവള്ളി പൊട്ടിയിട്ടുണ്ടോ? ആദ്യം പിടിച്ചവൻ. ബ്ലഡ് വരുന്നുണ്ടോ? അത്താഴത്തിന് പോലും പകയില്ലാത്ത നമ്മൾ എങ്ങനെയാണ് ആ ദുബൈക്ക് പോകുന്നത്? കള്ളക്കപ്പൽ കയറിയെങ്കിലും പോണടാ. തല കതറെ, ഈ ബോസറാണ് നമ്മളെ റെപ്പായിന് ദുബായിക്ക് കൊണ്ടുപോയത്. ഇയാള് വിചാരിച്ചാൽ നിങ്ങളെയും ദുബായിക്ക് അയക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ ഇയാളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് 2 പേർക്ക് പോകാൻ എത്ര രൂപ വേണ്ടി വരും സാർ? എന്റെ കമ്മീഷൻ കൂടാതെ 20,000 രൂപയോളം വേണം.
20,000 രൂപയോ? പിന്നെ വെറുതെ ദുബായിക്ക് പോകാൻ നോക്കൂ. NOCയും പാസ്പോർട്ടും ഒക്കെ എടുക്കാൻ പണം വേണ്ടേ? സാദരെ, എനിക്ക് 15 സെന്റ് സ്ഥലമുണ്ട്. അത് വിറ്റിട്ട് നമുക്ക് പോവാം. അയ്യോ, അത് വേണ്ട ബാല. വേണം. ആരോരുമില്ലാത്ത എനിക്ക് ആ സ്ഥലം ഉള്ളതും ഇല്ലാത്ത ഒരു പോലെയാ. വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കാതെ എങ്ങനെയെങ്കിലും പോകാൻ നോക്ക്. നിനക്ക് പ്രായമായ 2 പെമ്മക്കുള്ള അതിഥികളെ കരുതിയാണ് നമ്മൾ പറയുന്നത്. എന്റെ മക്കൾക്ക് വേണ്ടി ബാലന്റെ കിടപ്പാടം വിൽക്കാനോ? എനിക്ക് 2 പെൺമക്കളോ പെങ്ങന്മാരോ പ്രായമായിരുന്നാൽ ഞാൻ അവരെ കെട്ടിച്ചയക്കണ്ടേ? ആ സ്ഥാനത്താണ് ഞാൻ നിന്റെ മക്കളെ കാണുന്നത്. നിങ്ങൾ സ്ഥലം വിറ്റ് കിട്ടാവുന്നത്ര പണം ഉണ്ടാക്കും. എന്തെങ്കിലും പോരായി വന്നാൽ നാട്ടുകാരെന്ന നിലയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷെ കാശുകാരായി തിരിച്ചു വരുമ്പം റപ്പായിയെ പോലെ നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. അത് ജമ്മത്തുണ്ടാവില്ല. പണം റെഡിയായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ എന്റെ ഓഫീസിൽ വരണം. വരാം സാർ. പിന്നെ ഒരു കാര്യം, ഈ വേഷത്തിൽ വന്നാൽ ഫോട്ടോ എടുക്കാൻ ഒക്കില്ല. പാന്റും ഷർട്ടും ഇട്ട് വേണം വരാൻ. അതൊക്കെ നമ്മൾ വേണ്ടപോലെ ചെയ്തോളാം സാഹിബേ. എന്നാ ഞാൻ പോണു. ഓഫീസിലേക്ക് വന്നേക്കണം. ഞാൻ അങ്ങോട്ട് വരാം. എന്താണ് കാതറെ, എല്ലാം ശരിയായിട്ടും അണ്ണാനെ കളഞ്ഞ മാങ്ങണ്ടി പോലെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? ഒന്നുമില്ല മുല്ല. പിന്നെ ഞാനും ബാലനും ഈ നാട്ടിൽ നിന്ന് പോയാൽ എന്റെ സൈനബയ്ക്കും നബീസയ്ക്കും പിന്നെ ആരുണ്ടാവും? നമ്മളുണ്ടാവും. അത് നിങ്ങളെ കണ്ണിന്റെ കണ്ണായിട്ട് നമ്മൾ നോക്കും. 4 പേരെ പോലെ നന്നായിട്ട് തിരിച്ചു വന്നാ മതി. അത് നമുക്ക് കണ്ടാ മതി. ശരി മുല്ലാക്ക. എല്ലാം ശരിയാവൂടെ? ധൈര്യമായിട്ട് വാ. നിങ്ങൾ കരയരുത്. സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഇതുവരെ ബാപ്പ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ തനിച്ചായി. മക്കളെ, ബാപ്പ എവിടെയായിരുന്നാലും ബാപ്പയുടെ മനസ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും മുല്ലാക്ക. എന്റെ 2 കണ്ണുകളെയും ഞാൻ ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത്. ഈ കണ്ണുകളെ നമ്മൾ ഉയർന്ന് ഉയരായിട്ട് നോക്കിക്കോളാം കാതറെ. മുല്ലാക്ക, വെപ്പായേക്കാൾ വലിയവരായിട്ട് നിങ്ങൾ മടങ്ങി വരും. എന്നിട്ട് വേണം എനിക്ക് എന്റെ മക്കളുടെ നിക്കാഹ് നടത്താൻ. എന്താ ഇത്? സമയമാവുന്നു. വാ, നമുക്കിറങ്ങാം. മക്കളെ, ഞങ്ങൾ പോയിട്ട് വരട്ടെ. നബീസ, നിനക്ക് സൈനബയും സൈനബയ്ക്ക് നീയും മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മ വേണം. വാ, പോകാം.
വലിയ പട്ടണമാണ്. ദുബായ് ഇതിനും വലിയ പട്ടണമാ. നീ കണ്ടിട്ടില്ല ഇതാ, ഒന്ന് കാണണം. നിങ്ങൾ ഇവിടെ നിൽക്കണം. പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ ശരിയാക്കി ഞാൻ ഉടനെ വരാം. അല്ല, അല്ലല്ലോ സാർ. അല്ല, ഇവിടെയെങ്ങും വിമാനം കാണുന്നില്ലല്ലോ. എന്റെ മണ്ടന്മാരെ, ഇവിടെ നിന്ന് 2 കിലോമീറ്റർ പോയാൽ സാന്താക്ലോസ് വിമാനത്താവളമാണ്. നിങ്ങളെ അവിടെ കൊണ്ട് നിർത്തിയാൽ ആള് ബഹളത്തിനിടയിൽ ഞാനിങ്ങനെ കണ്ടുപിടിക്കും. അത് സാരമില്ല, സാറിന് ഞങ്ങൾ കണ്ടുപിടിക്കും. അത് വേണ്ട ബാല, സാറ് പറഞ്ഞതനുസരിക്കാം. എന്നാ സാറ് പോയിട്ട് വാ. ശരി, ഞാൻ പോയിട്ട് വരാം. ഇവിടെ തന്നെ നിന്നോണം, അല്ലെങ്കിൽ പോരുത്. വേഗം വരണം കേട്ടോ. ഉടനെ വരാം. ബാല, നേരെ സന്ധ്യയാറായല്ലോ. ടിക്കറ്റ് എടുക്കാനെന്ന് അയാൾ ഇങ്ങോട്ട് പോയതാ. അതാ എനിക്കും പിടികിട്ടാത്ത. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാലോ? അയ്യോ, ഇത് ബോംബെ നഗരമാണ്. ഇവിടം വിട്ട് എങ്ങും പോരുന്നല്ലേ അയാൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴായിരിക്കും അയാൾ ടിക്കറ്റുമായിട്ട് ഇവിടെ വരുന്നത്. ആ, അതും ശരിയാ. ചിലപ്പോ ദുബായിക്കുള്ള ടിക്കറ്റ് കിട്ടാൻ വലിയ വിഷമമായിരിക്കും. ഏതായാലും കുറച്ചുകൂടി നോക്കാം. പലതും സഹിക്കാതെ ഒരു നല്ല കാര്യം നടക്കുമോ?